നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എന്നോടൊരാൾ റീഡിങ്ങിന് വന്നപ്പോൾ ചോദിച്ചു, തേർഡ് പാർട്ടി കണക്ഷൻ ആണ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ തേർഡ് പാർട്ടി മീൻസ് ഈ പേഴ്സൺ എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയത് എന്നായിരുന്നു ആ പേഴ്സണ് അറിയേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു റീഡിംഗ് ആണ് നോക്കിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടിയിൽ ഉണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സണ് തോന്നുന്ന പോസിറ്റീവായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതായിരുന്നു റീഡിങ്. എന്താണ് തേർഡ് പാർട്ടിയിൽ ഇത്ര, എന്നെക്കാളും തേർഡ് പാർട്ടിക്ക് എന്താണ് പ്രത്യേകത എന്നായിരുന്നു അവർക്ക് അറിയേണ്ടിയിരുന്നത്. അപ്പം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ കാണുന്ന അല്ലെങ്കിൽ വിചാരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ശരിയാവണം എന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പോൾ ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ടാവും ഈ തേർഡ് പാർട്ടി കാണിക്കുന്നതെല്ലാം സത്യമാണ്. അപ്പോൾ ആ പേഴ്സന്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരാൾ ഇങ്ങനെ ആയിരിക്കണമെന്ന് വിചാരിച്ചപ്പോൾ തേർഡ് പാർട്ടികൾ മീൻസ് ഇവർ ചിലപ്പോൾ അഭിനയിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ പേഴ്സൺ അത് പോസിറ്റീവ് ആണ് എന്ന് വിചാരിക്കും. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തേർഡ് പാർട്ടി ചോദിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് എനിക്ക് ഇന്ന കാര്യങ്ങളാണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും എൻ്റെ കറണ്ട് പാർട്ട്ണർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ സ്മാർട്ടായ തേർഡ് പാർട്ടി എന്ത് ചെയ്യും, കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി ഈ പേഴ്സൺ എന്താണോ ഇഷ്ടങ്ങൾ അത് മനസ്സിലായി. അപ്പം കാരണം മറ്റേ കറണ്ട് പേഴ്സൺ ചെയ്യാത്ത കാര്യങ്ങളാണ്, അപ്പം ഇവരത് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതിനോട് അട്രാക്റ്റഡ് ആയി. അത് പക്ഷേ ശാശ്വതമാകണമെന്നില്ല. കാരണം അഭിനയം എപ്പോഴും നമുക്ക് 24 മണിക്കൂറും അതുപോലെ 365 ദിവസം ചെയ്യാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ഒരു ദിവസമൊക്കെ തെറ്റിപ്പോവും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ പേഴ്സൺ സ്മാർട്ട് ആണെങ്കിൽ റിലേഷൻഷിപ്പ് അപ്പം തീരും. മനസ്സിലായോ? അതാണ് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ. നമുക്ക് എന്തായാലും നിങ്ങളുടെ പേഴ്സൺ എന്താണ് തേർഡ് പാർട്ടിയിൽ കാണുന്ന പോസിറ്റീവ് കാര്യങ്ങൾ എന്ന് നോക്കാം. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഇത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഓവറോൾ എനർജിയാണ് ഇപ്പോഴത്തെ കേട്ടോ. നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്താണ് സമയം, ഇതാണ് ഈ കാർഡ്സ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ പേഴ്സന്റെ അഭിപ്രായം എന്താണെന്ന് നോക്കും. പിന്നെ എന്താണ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആണോ. അപ്പോൾ കാർഡ്സ് വരുന്നത് കണ്ടിട്ട് യെസ് ഓർ നോ ആയിരിക്കും. ആ കാർഡ് എന്താണ് പറയുന്നത് അത് ഞാൻ പറഞ്ഞു തരാം. എന്ന് വെച്ചാൽ എന്താണ് കാരണം എന്നാണ് ആ കാർഡ് പറയുക. അപ്പം നമുക്ക് അത് നോക്കാം. പിന്നെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും, നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും, അതാണ് നമുക്ക്. കാരണം ഹാപ്പി ആണോ ഹാപ്പി അല്ലയോ എന്നതനുസരിച്ചിരിക്കും അടുത്ത ആക്ഷൻ വരാൻ പോകുന്നത്. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തോളൂ ഭഗവാനെ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. രണ്ടാമത്തെ കാർഡ് മാറ്റി വെച്ച്, മൂന്നാമത്തെ കാർഡ് മാറ്റി വെച്ചു. ഒന്നാമത്തെ കാർഡിൻ്റെ ഓറക്കൽ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓറക്കൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഭഗവാനെ. ഒന്നാമത്തെ കാർഡിന് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് എന്താണ്. ഒന്നാമത്തെ കാർഡിന് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് എന്താണ് ഭഗവാനെ. ഒന്നാമത്തെ കാർഡിന് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് എന്താണ് ഭഗവാനെ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് എന്താണ് ഭഗവാനെ. ഓക്കെ, നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം ഭഗവാനെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കാർഡ്സ് വരുമെന്ന് നോക്കാം. രണ്ടാമത്തെ കാർഡ് വന്നു ഭഗവാനെ. ഭഗവാനെ ഓക്കെ, 2 കാർഡ്സാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാർഡ് വന്നത്, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥലം മാറ്റം എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ. പക്ഷേ ആ വ്യത്യാസങ്ങൾ എപ്പോഴും എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അപ്പം അതും കൂടെ പ്രതീക്ഷിച്ചിട്ട് വേണം നിങ്ങൾ ഇരിക്കാനെന്ന് പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നിങ്ങൾ പറ്റില്ല എന്ന് പറയാൻ ഒരിക്കലും മടി കാണിക്കരുത്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് നിങ്ങൾക്ക് പൂർണ്ണ ബോധമുള്ളൊരു കാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ അത് പണിയായിട്ട് മാറും. അപ്പോൾ പറ്റില്ല എന്ന് പറയാൻ പഠിക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്.
അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും ജീവിതത്തിൽ. അതാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? 6 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷനിലായിരുന്നു, പക്ഷെ അപ്പോൾ നിങ്ങളുടെ ഷെയറിംഗ് ആണ് തേർഡ് പാർട്ടി കണക്ഷൻ. ഒരാൾ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ ആ പേഴ്സൺ ഷെയർ ചെയ്യണം. ആ പേഴ്സൻ്റെ സ്നേഹം ചിലപ്പോൾ സ്നേഹം കൊടുക്കുന്നില്ലായിരിക്കും, സമയം, പണം, എഫേർട്ട്, ചിലപ്പോൾ ഒന്നും കൊടുക്കാതെ തേർഡ് പാർട്ടി കണക്ഷനിൽ നിൽക്കുന്നവരും ഉണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ ലൈഫും തേർഡ് പാർട്ടിയുടെ ലൈഫ്, ഈ പേഴ്സണൽ ലൈഫ് നിങ്ങൾക്കുമായിട്ടും ഷെയർ ചെയ്തിരുന്നു, തേർഡ് പാർട്ടിയുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ആ പേഴ്സൺ അത് നിർത്തി വെച്ചേക്കുകയാണ് തേർഡ് പാർട്ടിയോടുള്ള സിറ്റുവേഷൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് നിർത്താനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഈ പേഴ്സൺ. മേ ബി ബിക്കോസ് ഈ പേഴ്സണ് ഇപ്പം ഇപ്പോൾ ഒരു ജോലിയുള്ള ഒരാൾ, ബിസിനസ് പോട്ടെ, ഒരു ജോലിയുള്ള ഒരാളാണെങ്കിൽ മാസത്തിൽ ഒരു വരുമാനം വരും. ആ പേഴ്സൺ ഓൾറെഡി ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ വേറൊരു തേർഡ് പാർട്ടിയും കൂടെ പരിപാലിച്ച് പോകാന്ന് പറഞ്ഞാൽ മുതുക് മീൻസ് ആ പേഴ്സൺ തളർന്നു പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടി ആകാം. രണ്ട് സൈഡിലും കൂടുതൽ എക്സ്പെൻസസ് വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വേണ്ടാന്ന് വെക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇത് പണത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് പണത്തിൻ്റെ ഡീലിങ്സ് ആയിരുന്നിരിക്കാം. അപ്പോൾ ഈ തേർഡ് പാർട്ടിയുമായിട്ട് പണത്തിൻ്റെ ഡീലിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും നിങ്ങൾക്ക് കുറവ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു സമയമുണ്ട്. ചിലപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക്, എല്ലാം തേർഡ് പാർട്ടിയുടെ സൈഡിലേക്കായിരിക്കും പോയിരുന്നത്. അപ്പോൾ അതിലൊരു വ്യത്യാസം വരുത്താൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു തിരിച്ചറിവായിരിക്കാം, ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ സ്വഭാവം മനസ്സിലായതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഈ പേഴ്സണ് വരുമാനം കുറഞ്ഞതുകൊണ്ടായിരിക്കാം. എന്തായാലും മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ് വന്നേക്കുന്നത്. ഷെയർ ചെയ്യാൻ ഈ പേഴ്സൺ ഇപ്പം റെഡി അല്ല എന്നാണ് കാണിക്കുന്നത്. എന്തോ പണി നടക്കുന്നുണ്ട്, അതിൻ്റെയാണ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തുകൊണ്ടാണ്? കൊള്ളാം, അടിപൊളി. അപ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ജനലൊന്ന് അടച്ചേക്കട്ടെ കേട്ടോ. നമുക്ക് അല്ലെങ്കിൽ കാത്തിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. പരിസരത്ത് എന്തെങ്കിലുമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കും എപ്പോഴും. നല്ലതാണ് പണി നടക്കുക, ഒരു കാര്യത്തിന് പണി നടക്കുക എന്ന് വെച്ചാൽ അതിൽ ഇമ്പ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ ഒരു ചേഞ്ചുമാണ്. നടന്നോട്ടെ, കുഴപ്പമില്ല. സ്റ്റാഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന എന്തിനാ? ഇവിടെ ക്വീൻ ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹം ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ വിവാഹത്തിൽ ഹാപ്പി അല്ലാത്തത്, അല്ലെങ്കിൽ ഈ പേഴ്സണെ, തേർഡ് പാർട്ടിയെ പേഴ്സൺ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇതിപ്പോൾ തൽക്കാലം വേണ്ടാന്ന് വെക്കുന്നത്. മദർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ക്വീൻ ഓഫ് കപ്സ് ആണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അഭിനയമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞ ഒരു പോസിബിലിറ്റി വളരെ കുറവാണ്. ഞാൻ എല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ഇല്ല. നമ്മൾ സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു 10 പൈസ കൊടുത്താൽ നമുക്ക് അതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അല്ലേ? നമ്മളാരും മാലാഖമാരല്ല, നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മളിൽ തെറ്റുകുറ്റങ്ങളുണ്ട്. അപ്പം നമ്മളൊരാൾക്കൊരു 10 പൈസ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. ഇവർ പക്ഷേ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പിലേക്ക് വന്ന് കയറുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഈ തേർഡ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. തേർഡ് പാർട്ടി പക്ഷേ ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് പൊതുവേ ആൾക്കാരെ വിശ്വാസം കുറവാണ്, അതും കൂടി ഉണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. എന്താണ് തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ അഭിപ്രായം? ഇപ്പോഴത്തെ അഭിപ്രായമാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള ഇപ്പോഴത്തെ അഭിപ്രായം എന്താണ്? തുടങ്ങിയപ്പോൾ ഉള്ള അഭിപ്രായം തന്നെ ആവണം എന്നില്ല ഇപ്പോഴെന്ന് പറയാമല്ലോ, അല്ലേ? നമുക്ക് നോക്കാം. ഒരു ഷഫിളും കൂടി ചെയ്തിട്ട് നമുക്ക് കാർഡ്സ് എടുക്കാം. ഭഗവാനെ, തേർഡ് പാർട്ടിയെ കുറിച്ച് ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ അഭിപ്രായം എന്താണ്? കുറച്ച് കാർഡ്സ് വന്നിട്ടുണ്ട്, ഞാൻ എല്ലാ കാർഡ്സും എടുക്കുകയാണ്. തേർഡ് പാർട്ടി പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ടോ? അത് പ്രഗ്നൻ്റ് ആണെന്ന് നുണ പറയുന്നുണ്ടോ? നിങ്ങളുടെ പേഴ്സണെ ഇതിൽ നിന്ന് സ്റ്റക്ക് ആവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണെ റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഈ തേർഡ് പാർട്ടി ചിലപ്പോൾ നുണ പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ത്രീ ആണെങ്കിൽ അവരെ പ്രഗ്നൻ്റ് ആക്കാൻ
നോക്കിയിട്ടുണ്ടാവാം. കാരണം അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ടിരിക്കാൻ വേണ്ടി എന്നത്തേക്കും. മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ പക്ഷെ തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നില്ല. പേഴ്സൺ ഓൾറെഡി കമ്മിറ്റഡ് ആണ്. അപ്പോൾ പിന്നെ എന്തിനാ? അപ്പോൾ പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അതിന് എതിരായിട്ട് നിന്നു. അങ്ങനെയുള്ളൊരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിൽ നിന്നൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ചേർന്നിട്ട് ഒരു കുഞ്ഞുണ്ടാക്കണം. എനിക്കൊരു കുഞ്ഞിനെ തരണം. അല്ലെങ്കിൽ ഞാനൊരു കുഞ്ഞിനെ തരാം. നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് അവരെന്താണ് മെയിലാണോ ഫീമെയിൽ ആണോ എന്ന തരത്തിൽ അവർ സംസാരിക്കുന്നുണ്ട് കുട്ടിയുടെ കാര്യം. നിങ്ങളുടെ പേഴ്സണെ സ്റ്റക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ നിന്ന് മാറാൻ പോകുന്നത്. ഇവർ ഓവർ സ്നേഹം കാണിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണെ കുറുക്കാനുള്ള പണിയാണ്. അത് നിങ്ങൾക്ക് പണിയാണ്, നിങ്ങളുടെ പേഴ്സണും പണിയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇത് ആഗ്രഹിക്കുന്നില്ല. ഇത് ശരിയായ കാര്യമല്ല, എനിക്കിവിടെ സ്റ്റക്ക് ആവണ്ട എന്നാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം ഇവരുടെ ഈ ആഗ്രഹത്തിന് നിങ്ങളുടെ പേഴ്സൺ മുഖം തിരിച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇവരുമായിട്ട് ഒരു ഫാമിലി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ലോങ് ടേം ഇവരുമായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങളുടെ പേഴ്സണ് കുഴപ്പമില്ല. പക്ഷേ ഇവരുമായിട്ടൊരു കുടുംബം ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. അപ്പം ഇവരെ കുരുക്കിലാക്കാൻ പോകുന്ന ഒരു എനർജി ആണെന്നൊരു ടെൻഷൻ നിങ്ങളുടെ പേഴ്സണിന്റെ മനസ്സിലുണ്ട്. അപ്പം ഇവരെ കുറിച്ചിട്ട് അത്ര വലിയ അഭിപ്രായമില്ല നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത് ലിയോ, പൈസീസ്, ലീബ്ര, ഇത്രയും സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. അപ്പം ലോങ് ടേം ഇതൊരു ഹാർഡ് വർക്ക് ആവും. കാരണം രണ്ട് റിലേഷൻഷിപ്പിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക, കുട്ടികളെ നമുക്ക് ചിലരുണ്ട് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മുങ്ങിക്കളയുന്ന ആളുകളുണ്ട്, കുട്ടികളെ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു റെസ്പോൺസിബിൾ ആയ ഒരാൾ ഒരിക്കലും സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കില്ല. അതിന് അതിൻ്റെ അമ്മയോട് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അച്ഛനോട് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിൾ ആയ ഒരു പുരുഷൻ്റെയോ ഒരു സ്ത്രീയോടോ കടമയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ സ്ത്രീയോ പുരുഷനോ എന്നറിയില്ല. അപ്പോൾ അതൊരു വലിയ ബേർഡൻ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനായിട്ട് ഇവർക്ക് വളരെ ഇമ്മച്യൂർഡാണ് ഈ തേർഡ് പാർട്ടി. അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചിന്തിക്കുന്നതെന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ അഭിപ്രായം തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലേക്ക്, ഒരു കുടുംബമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ കുറച്ച് സംശയദൃഷ്ടിയോടുകൂടിയാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൈസ കൊടുക്കാനൊക്കെ നിങ്ങളുടെ പേഴ്സണ്, അപ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഇവർ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാവാം, ചിലപ്പോൾ ജോലി ഇല്ലാത്തതാവാം, നിങ്ങളുടെ പേഴ്സണോട് സ്നേഹം കാണിക്കുന്ന, ആത്മാർത്ഥം കാണിക്കുന്ന, അതുകൊണ്ട് തന്നെ പണം കൊടുത്ത് ഇവരെ സഹായിക്കാൻ നിങ്ങളുടെ പേഴ്സണ് പ്രശ്നമൊന്നുമില്ല. റിസ്ക് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ഈ പേഴ്സൺ, കാരണം ഈ തേർഡ് പാർട്ടി ചിലപ്പോൾ ഇവരെക്കാളും നിങ്ങളുടെ പേഴ്സണേക്കാളും വളരെ യങ് ആയ ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് അഭിപ്രായം എടുക്കുന്നു, നിങ്ങളുടെ പേഴ്സൺ പറയുന്ന പോലെ ജീവിക്കുന്ന, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രത്യക്ഷത്തിലെങ്കിലും നിങ്ങളുടെ പേഴ്സണിന്റെ കൂടെ അല്ലാത്തവർ ഇവരെങ്ങനെ ജീവിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. അപ്പം നിങ്ങളുടെ പേഴ്സണിന്റെ കൂടെ ഉള്ളപ്പോൾ ഇവർ ഭയങ്കര കെയറിങ്ങും നിങ്ങളുടെ പേഴ്സണിന്റെ ഓരോ വാക്കിനും വളരെ വില കൊടുത്തുമാണ് ഇവർ ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണം. ഫിനാൻഷ്യലി ഞാൻ കംപ്ലീറ്റ് സപ്പോർട്ട് ചെയ്തോളാം നിങ്ങളെ മാത്രം. പക്ഷെ നിങ്ങളല്ല തേർഡ് പാർട്ടിയോട് പറയുന്നതാണ്. തേർഡ് പാർട്ടിയെ മാത്രം ഈ പേഴ്സൺ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം. പക്ഷേ അവർക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതൊരു കുടുംബമായിട്ട് വന്നാൽ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശമില്ല. നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ധനമുള്ള ഒരു എനർജിയാണ്. ഫീമെയിൽ ആയാലും മെയിൽ ആയാലും ഇഷ്ടംപോലെ പണമുണ്ട്, ഇഷ്ടംപോലെ പണം സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പണം മറ്റുള്ളവരെ കൊടുത്ത് സഹായിക്കുക, അതൊരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുക എന്നുള്ളത് ഇവർക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഒരു കുടുംബമായിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ സോഡിയാക് സൈൻ അക്വേറിയസ്, ഏരീസ്, സാജിറ്റേറിയസ്, ഇത്രയും സോഡിയാക് സൈൻ ആണ് വരുന്നത്. പക്ഷേ ഇതൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് പോകാൻ, കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിയോട്ട് കമ്മിറ്റഡ് ആയാലും ഇതൊരു കുടുംബത്തിലേക്ക് പോകാൻ നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബം മതി എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ അഭിപ്രായം. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഹാപ്പി ആണോ? യെസ്, ഹാപ്പി ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ പറയുന്നതെല്ലാം കേൾക്കും, അതുപോലെ തന്നെ പെരുമാറും. അപ്പം നിങ്ങളുടെ പേഴ്സണിന്റെ കൂടെ നിൽക്കുമ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ പറയുന്ന എല്ലാം അതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ആളാണ് തേർഡ് പാർട്ടി. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കുമ്പോൾ അത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ച് അതിനുള്ള മറുപടി പറയുകയും വളരെ ഈ പേഴ്സന്റെ അഭിപ്രായത്തിന് വളരെയധികം വില കൊടുക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ഈ പേഴ്സൺ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയായിട്ട് ഹാപ്പിയാണ്. അതുകൊണ്ടാണ്
ഈ തേർഡ് പാർട്ടിയുമായിട്ട് ലോങ് ടേം പ്ലാൻ ഉണ്ടെങ്കിലും ഒരു കുടുംബമാകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കാത്ത ഇതുകൊണ്ടാണ്. തേർഡ് പാർട്ടി വളരെ ഇമ്മെച്ചുവേർഡ് ആയ എനർജിയാണ്. അപ്പോൾ ഇവർ നാളെ എന്ത് ചെയ്യുമെന്നത് നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നാളെ എന്ത് പറ്റും തേർഡ് പാർട്ടിയുടെയും ഫുഡിയുടെയും കാര്യം. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റിന് പോകാതിരിക്കുന്നത് കേട്ടോ. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, സോഡിയാക് സൈൻ ആണ് ഈ കാണിക്കുന്നത്. തേർഡ് പാർട്ടി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വളരെയധികം റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആയത്. പക്ഷെ ഇവരുടെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്നത് ഈ തേർഡ് പാർട്ടി കണക്ഷനിലോ, അല്ലെങ്കിൽ ഏതാണ് ജനറലി എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്നത്? ഇവിടെ ജെമിനായി സോഡിയാക് സൈൻ ആണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ചിലപ്പോൾ അവർക്ക് അത് കുഴപ്പമില്ല, നമുക്ക് ആലോചിക്കാം ഈ ഒരു സിറ്റുവേഷൻ എന്നതിനെ കുറിച്ച് എന്നാണ് സഹകരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് തേർഡ് പാർട്ടി. കാരണം ലുക്ക് വൈസും പെരുമാറ്റം തരത്തിലും അതുപോലെയൊക്കെ തന്നെ ഇവര് ഭയങ്കര നിങ്ങളുടെ പേഴ്സന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ള ഒരു എനർജിയാണ്. വഴികാട്ടി അല്ലെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണ് തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ഒരു വഴികാട്ടിയായിട്ട് നിൽക്കുന്നത്. കുറച്ചും കൂടെ മെച്യൂർഡ് ആയ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയെ ഇട്ടെറിഞ്ഞു പോകാൻ പറ്റില്ല. കാരണം അവർ നിങ്ങളുടെ പേഴ്സണിൽ ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഇത് ഒരു തരത്തിൽ ഓക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം, പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സൺ ഒന്ന് ഡിലേ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാനും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഈ പേഴ്സൺ ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആൾക്കാർ ഇവർ പറയുന്ന എല്ലാം ഇങ്ങനെ ശ്രദ്ധയോടെ കേൾക്കുക, അത് ഭയങ്കര വില കൊടുക്കുക വാക്കുകൾക്ക്. അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് എടുത്ത് അതുപോലെ തന്നെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് വലിയ കാര്യമാണ് അങ്ങനെയുള്ള ആളുകളെ. അപ്പം നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വലിയൊരാളാണെന്ന് സ്വയം ഒരു ചിന്തയുണ്ടാവും നിങ്ങളുടെ പേഴ്സണ്. അത് നിങ്ങൾ ചിലപ്പോൾ വകവെച്ച് കൊടുക്കുന്നില്ലായിരിക്കാം. പക്ഷെ തേർഡ് പാർട്ടി അത് ഭയങ്കരമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി മിക്കവാറും ഒരു ക്യാൻസർ, പൈസസ്, സ്കോർപിയോ എനർജി എവിടെയോ ഉള്ള നിങ്ങളുടെ ആ തേർഡ് പാർട്ടിയുടെ ബർത്ത് ചാർട്ടിൽ ഈ ഒരു എനർജി എവിടെയോ ഉണ്ട്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഇവർക്ക് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ കഴിയുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. വഴക്കുകൾ വളരെ കുറവാണ്. ഇവർ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്ന ഒരു എനർജിയാണ്. വഴക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്തൊരു എനർജി. അതൊക്കെ നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നത് വലിയൊരു കാര്യമായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കാത്തത്. ഇതാണ് തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്ന പോസിറ്റീവായ കാര്യം. പക്ഷേ അതേസമയം തേർഡ് പാർട്ടിയോട് സഹകരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ റെഡിയല്ല കേട്ടോ. ഇവരുമായിട്ടൊരു കുടുംബം തുടങ്ങാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അന്ന് വെച്ചാൽ അത് നിങ്ങൾക്കൊരു പോസിറ്റീവാണ്. കാരണം നിങ്ങളുമായിട്ടൊരു ഡിവോഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല, അതാണ് പറയുന്നത്. ബർഗോ, Gemini, Aquarius, Aries, Sagittarius, Libra, Pisces, Leo. ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നത്. ബാക്കിയെല്ലാം മൈനർ സോഡിയാക് സൈനുകൾ കാർഡ്സ് ആണ് വന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്. ഇനി ഞാൻ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാണ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് നോക്കുന്നത്. ഭവാനി ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഭവാനി ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ,
ഒരു ഷഫിളും കൂടെ ചെയ്യണം. ഓക്കെ, നമുക്ക് കാർഡ്സ് എടുക്കാം. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് തരണം ഭഗവാനെ. രണ്ടാമത്തെ കാർഡ്, ഒരു കാർഡ് വന്നു. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഓക്കെ, 2 കാർഡ്സാണ് വന്നിട്ടുള്ളത്. ഭഗവാൻ പറയുന്നത് എന്താണെന്നറിയാവോ? നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ നടത്തിയെടുക്കണമെങ്കിൽ അതിന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്, കൂടിയേ തീരുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഭക്തി, സ്പിരിച്വലായിട്ട് കുറച്ചും കൂടെ ദൈവമായിട്ട് അടുക്കണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങൾ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ നിങ്ങൾ പർവ്വതങ്ങൾ എങ്ങനെയാണോ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, ഭയങ്കര കാറ്റും എല്ലാം, ഈ വലിയ എന്താ പറയുക, സ്ട്രോങ് ആയ കാർമേഘങ്ങൾ പിടിച്ചു നിർത്തുന്നത് എന്താ പറയുക, മലകളാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ ചില ഇതിൽ പറയുന്നത് മലകളെ ഭൂമിയിൽ ഉണ്ടാക്കിയേക്കുന്നത് ഭൂമിക്ക് ഒരു സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. ഒരു നിശ്ചിത സ്ഥലങ്ങളിലാണ് ഈ പർവ്വതങ്ങളുള്ളത്. അപ്പോൾ അത് ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പർവ്വതങ്ങളൊക്കെ പൊട്ടിച്ചു കഴിയുമ്പോൾ പ്രകൃതി ക്ഷോഭങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ പർവ്വതങ്ങൾ സ്ട്രോങ് ആയിട്ട് നമ്മളെ ഭൂമിയിൽ നിൽക്കുന്നത്, ഒരു പർവ്വതവും ഇല്ലാത്തൊരു കാലത്ത് ചിലപ്പോൾ ഭൂമിയുടെ കൺട്രോൾ തന്നെ പോവായിരിക്കും. ഗ്രാവിറ്റി ഭൂമിക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ പർവ്വതങ്ങളായിരിക്കാം, അറിയില്ല. അങ്ങനെയൊക്കെയാണ് ചിലരൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഒരു എല്ലാത്തിനെയും ചെറുത്ത് നിൽക്കാനുള്ള നമ്മൾ പുറകിലേക്ക് പോകരുത്, ഫോഴ്സ് ചെയ്ത് നമ്മൾ ഉറച്ചു നിൽക്കണം. അപ്പം നമ്മൾക്ക് എതിരായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഒന്നില്ലെങ്കിൽ തടഞ്ഞു നിർത്തപ്പെടും, അതല്ലെങ്കിൽ ഒഴിഞ്ഞു പോകും തന്നെ. ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. നമ്മളുടെ കഴിവ്, നമ്മളുടെ ശക്തി ചിലപ്പോൾ നമ്മൾക്ക് തന്നെ അറിയാൻ പറ്റില്ലായിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിലാണ് സ്പിരിച്വൽ ഒരു ഇത് വേണമെന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജി പേജ് ഓഫ് കപ്സ് ആണ്. പേജ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഗോസിപ്പ് ചെയ്യുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ എല്ലാവരുടെ കാര്യങ്ങളും അറിയുന്ന, എല്ലാവരുടെ കാര്യങ്ങളിലും ചിലപ്പോൾ കയറി ഇടപെടുന്ന ഒരു എനർജി ആയിരിക്കാം. എല്ലാവരോടും സംസാരിക്കുന്ന ഒരു എനർജി, എല്ലായിടത്തു നിന്നും. അതൊരു നെഗറ്റീവ് സൈഡും ഉണ്ട്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ ന്യൂസ് പിടിക്കുന്ന പോലെ പല ബന്ധങ്ങളുണ്ട്, പല സ്ഥലങ്ങളിലും ന്യൂസ് പിടിക്കുന്ന ഒരു എനർജി പോലെയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി കാണിക്കുന്നത്. എല്ലാവരോടും സംസാരിക്കും, അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ ഇതൊരു വളരെ ഇമ്മച്യൂർഡായ എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ ഈ സ്വഭാവം കൊണ്ട് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ട്. ചില സിനിമകളിലൊക്കെ കാണിക്കില്ലേ, ചില ഭർത്താക്കന്മാർ ചെറുപ്പക്കാരെ ആണുങ്ങളോട് ഭയങ്കര ക്ലോസ് ആയിട്ട് പെരുമാറും. അത് ഭർത്താക്കന്മാർക്ക് ഇഷ്ടപ്പെടില്ല. ചില ഭർത്താക്കന്മാർ മറ്റു സ്ത്രീകളോടും, ഭാര്യയുടെ ഫ്രണ്ട്സിനോടും, ഫാമിലിയിലുള്ള വേറെ സ്ത്രീകളോടൊക്കെ വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുമ്പോൾ അവരോട് ഭയങ്കര ദീർഘനേരം സംസാരിക്കുക, അവരെ എന്താ പറയുക, പ്രോത്സാഹിപ്പിക്കുക, അവരെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭാര്യമാർക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പം അങ്ങനത്തെ ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കാണിക്കുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഈ പേഴ്സന്റെ എനർജി ഇങ്ങനെയാണ്. ഈ പേഴ്സൺ ഇങ്ങനത്തെ ഒരു സ്വഭാവമാകുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഈ പേഴ്സണോട് ഒരു അട്രാക്ഷൻ തോന്നാനും അവരോട് കൂടുതൽ അടുപ്പം തോന്നാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. നമുക്ക് നോക്കാം. ചിലപ്പോൾ ഒരു നിഷ്കളങ്കതയുള്ള ഒരു എനർജി ആയിരിക്കാം. ചിലപ്പോൾ അവരൊരു ഉദ്ദേശവും കൊണ്ടായിരിക്കില്ല ഒരാളോട് സംസാരിക്കുന്നത്. പക്ഷെ ചില സമയത്ത് അത് ദുരുപയോഗപ്പെടാൻ ചാൻസ് ഉണ്ട്. മറ്റുള്ളവർ അത് ദുരുപയോഗം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു അധികം വിവരമൊന്നുമില്ലാത്തൊരു എനർജിയാണ്, അധികം ചിന്തിക്കാത്ത, അധികം ജ്ഞാനമില്ലാത്തൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു പ്രത്യേക ചോയ്സ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാളാണ്. ചിലപ്പോൾ ഇത് നല്ലൊരു സ്വഭാവമായിരിക്കും, ചില സമയത്ത് അത് വലിയ പണിയാവാൻ ചാൻസ് ഉണ്ട്. ഇത് വെർഗോ പൈസസ് ആണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ ജോലി ചിലപ്പോൾ അങ്ങനത്തെ ആയിരിക്കും. ഇപ്പോൾ ഒരു ആണാണെങ്കിൽ പെണ്ണുങ്ങളുമായിട്ട് കൂടുതൽ ഇടപെടേണ്ടി വരേണ്ട ഒരു ജോലിയായിരിക്കാം.
അല്ലെങ്കിൽ ഇതൊരു പെണ്ണാണെങ്കിൽ ആണുങ്ങളായിട്ട് കൂടുതൽ ഇടപഴകേണ്ടി വരുന്ന ഒരു ജോലിയായിരിക്കാം. അപ്പോൾ ഇവർക്ക് മറ്റുള്ളവരെ കോണ്ടാക്ട് ചെയ്യാതിരിക്കാനുള്ള പറ്റില്ല. അപ്പോൾ കുറച്ച് ഇമ്മച്ചോർഡും കൂടി ആവുമ്പോൾ അത് വലിയൊരു തലവേദനയായിട്ട് മാറും അവരുടെ പാർട്ട്നേഴ്സിന്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇത് വെർഗോ പൈസസ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഈ പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിരിക്കില്ല, അത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാലും പറ്റാൻ ചാൻസ് കുറവാണ്. എന്നാലും നമുക്ക് നോക്കാം തേർഡ് പാർട്ടിയെ കുറിച്ച്. നിങ്ങൾക്ക് സംശയമുള്ള ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് ഒരാളെ സംശയം ഉണ്ടാവുമല്ലോ, അവരോട് കൂടുതൽ സംസാരിക്കുന്ന, അവർ എടുക്കുന്ന സാരി അല്ലെങ്കിൽ അവരോട് ഇടുന്ന ഷർട്ടിനെയൊക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം എന്താണ് നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങൾക്ക് സംശയമുള്ള ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം എന്താണ് നോക്കാം. ഈ പേഴ്സൺ ഇത് ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി, നിങ്ങൾ കാണുന്ന ഈ തേർഡ് പാർട്ടി, നിങ്ങൾക്ക് ആരെക്കുറിച്ചാണോ സംശയം ആ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് പണ്ട് നഷ്ടപ്പെട്ടു പോയ ഏതോ ഒരു റിലേഷനായിട്ട് തോന്നുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് കണക്ഷൻ വെക്കുന്നത്. തേർഡ് പാർട്ടി, ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഈ തേർഡ് പാർട്ടിയുടെ ഇവരോടുള്ള ഒരു ഇവർക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ള പെരുമാറ്റവും അതുപോലെ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട് ഈ തേർഡ് പാർട്ടി എന്ന കാര്യവും നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര തലവേദനയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടി വന്ന് സംസാരിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഒഴിവാക്കി എടുക്കാൻ നോക്കുന്നുണ്ട് പല സമയങ്ങളിൽ. കാരണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്നുണ്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ജോലിയിൽ നിന്ന് ദൂരെ എങ്ങോടെങ്കിലും പോകണം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളോട് പല പ്രാവശ്യവും ഞാനും ആ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു സംശയം കിടപ്പുണ്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മുമ്പോട്ട് പോകണം, ഇത് വേണ്ട, എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത്. അപ്പോൾ ഈ പേഴ്സണ് നോ പറയാൻ പറ്റില്ല തേർഡ് പാർട്ടിയോട്. അതാണ് ഇങ്ങനെയുള്ളവരുടെ പ്രശ്നം. ഇവർക്ക് ഒരു ശക്തമായ യെസ് ഒരു തീരുമാനം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള എനർജികളാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കുറേ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. റിലേഷൻഷിപ്പുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഒന്നും ചെയ്യണ്ട, ഇവരവിടെ വെറുതെ നിന്നാൽ മതി, പ്രശ്നമാകും. അങ്ങനത്തെ എനർജീസാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ ഒളിച്ചു കളി ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ ഇവർക്ക് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും പേടിയാണ്. നിങ്ങൾ അറിയുന്നുണ്ടോ, നിങ്ങൾ അറിഞ്ഞാൽ എന്താണ് പ്രശ്നം. അപ്പോൾ മാക്സിമം ഈ പേഴ്സൺ കൺട്രോൾ ചെയ്യുന്നുണ്ട്, തേർഡ് പാർട്ടിയോട് സംസാരിക്കാതിരിക്കാനായിട്ട് വളരെയധികം ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ആ ഒരു ബിഹേവിയർ നിങ്ങളുടെ പേഴ്സണും ഇഷ്ടമല്ല കേട്ടോ. ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ അഭിപ്രായം തേർഡ് പാർട്ടിയെക്കുറിച്ച്. ഇവിടെ ലിയോ സോഡിയാക് സൈൻ മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങളുടെ പേഴ്സൺ സ്വയം കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ നിങ്ങളുടെ പേഴ്സൺ, ശരിക്കും പറഞ്ഞാൽ തേർഡ് പാർട്ടിയെ ഒളിച്ച് നടക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ ജോലി രാജിവെച്ച് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ, അല്ലെങ്കിൽ നെയ്ബറാണ് നിങ്ങൾ ഈ തേർഡ് പാർട്ടി എങ്കിൽ ആ വീട് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോവാമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അത്ര വളരെ ടെൻഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ, ഭയങ്കര തലവേദനയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഓക്കെ, അടുത്ത ചോദ്യമാണ്, എന്താണ് ഈ തേർഡ് പാർട്ടിയോട് സംസാരിക്കാൻ നിങ്ങളുടെ പേഴ്സണെ പ്രേരിപ്പിച്ചത്? ആദ്യമൊക്കെ നിങ്ങൾക്ക് ഈ സംശയം വന്നത് എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കുമല്ലോ. എന്താണ് നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടിയുമായിട്ട് സംസാരിക്കാൻ പ്രേരിപ്പിച്ചത്? അതാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടി ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയ ഒരു എനർജിയാണ്, മനസ്സിലായോ? അവർ ചിലപ്പോൾ ഭാര്യയെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് സ്വന്തം അഭിപ്രായമുള്ള വളരെ സെൽഫ് സഫിഷ്യൻ്റ് ആയ ഒരു എനർജിയാണ്. അപ്പോൾ ഇവർ ചിലപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് തന്നെ ഉപേക്ഷിച്ചത്, അവർ റിലേഷൻഷിപ്പിലായിരുന്നു, അത് അവർ ഉപേക്ഷിച്ചതാണ്. അപ്പോൾ ഒരു ഡിവോഴ്സിയോ ഭർത്താവോ ഭാര്യയോ മരിച്ച ഒരു എനർജിയാണ് ഇവർ. അങ്ങനത്തെ ഒരു എനർജിയുള്ള ഇവർ
റിലേഷൻഷിപ്പിൽ നിന്ന് സെപ്പറേറ്റഡ് ആണെങ്കിൽ ഇവർ അങ്ങനത്തെ അതിൽ എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഡിവോഴ്സ്ഡ് ആയിരിക്കും ഇവർ, അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു എനർജി എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തു. നിങ്ങളുടെ പേഴ്സണൽ ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി കുറവാണ്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ കാണുന്ന ഇതെന്താണെന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഡിസിഷൻ എടുക്കും. അഭിപ്രായങ്ങളുണ്ട് തേർഡ് പാർട്ടിക്ക്. വളരെ സ്ട്രോങ് ആയൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒളിച്ച് നടന്നാൽ ഈ പേഴ്സണെ കണ്ടുപിടിച്ച് തേർഡ് പാർട്ടി വന്ന് സംസാരിക്കും. അത് നിങ്ങളുടെ പേഴ്സണൊരു തലവേദനയാണ്. പക്ഷെ എന്നാലും ഈ തേർഡ് പാർട്ടിയുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈഗോ ഉള്ളൊരു എനർജിയാണ്. ഭയങ്കര ഈഗോ ഉണ്ട്. നിങ്ങളുടെ പേഴ്സണ് കുറച്ച് പേടിയാണ്. കാരണം ഇവർ തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു എനർജിയാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയുന്ന, അതുപോലെ തന്നെ ആരെയും പേടിയില്ലാത്തൊരു കൂസലില്ലാത്തൊരു എനർജിയാണ് ഇവർ. അപ്പോൾ ഇവരെ നിങ്ങളുടെ പേഴ്സൺ ഒരു പേടിയോട് കൂടിയാണ് കാണുന്നത്. നമ്മൾ ചിലർക്ക് പാമ്പുകളെ കാണുന്നത് ഇഷ്ടമാണ്. ഭീകരമായ ക്രൂരമായ വെച്ചാൽ നമ്മളെ പേടിക്കേണ്ട, നമ്മളെ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട് എന്നറിഞ്ഞിട്ടും അവരോടൊരു അട്രാക്ഷൻ തോന്നാറുണ്ട്. അങ്ങനെയുള്ള ചിലർക്ക് പേടിയാണ്, ഭീതിയാണ്, പക്ഷെ അവരോട് അട്രാക്ഷൻ തോന്നും. അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ തേർഡ് പാർട്ടിയോട് ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ കൊണ്ട് നിങ്ങളുടെ ഫാമിലിയിലും പൊതുസമൂഹത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. ഈ നിങ്ങളുടെ പേഴ്സൺ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. പക്ഷെ എന്നാലും തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ നിങ്ങളുടെ പേഴ്സണ് പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം, നിങ്ങളുടെ പേഴ്സണിന്റെ പ്രശ്നം. മനസ്സിലായത്? അതൊരു തലവേദനയായിട്ട് നിങ്ങളുടെ പേഴ്സൺ വരുന്നുണ്ട്. ഈ തേർഡ് പാർട്ടിയും അവരുമായിട്ടുള്ള സംസാരവും അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഒരു തലവേദനയായിട്ട് മാറുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, ഇവർ ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്ത് മനസ്സിൽ തോന്നുന്നു അത് മുഖത്തടിച്ച് പറയുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ ഈ പേഴ്സൺ ഉദ്ദേശം എന്ന് വെച്ചാൽ അധികം ബന്ധമൊന്നും ഈ പേഴ്സൺ വിചാരിച്ചില്ല. ഈ പേഴ്സൻ്റെ ഒരു കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ഈ തേർഡ് പാർട്ടിക്ക് പറ്റുമെന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയുമായിട്ട് ഈ പേഴ്സൺ സംസാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയോട് സംസാരിക്കാൻ ഈ പേഴ്സൺ പ്രേരിതയായതോ കേട്ടോ. അപ്പോൾ ഒരു ബാലൻസ് കൊണ്ടുവരും ഈ പേഴ്സൻ്റെ ജീവിതത്തിൽ. മീൻസ് ഒരു കുറച്ചും കൂടെ കോൺഫിഡൻസ് ഒക്കെ ആകും എന്ന് ഒരു പേഴ്സൻ്റെ മനസ്സിൽ ചത്ത് കിടന്നിരുന്ന കുറേ വികാരങ്ങൾ ഈ തേർഡ് പാർട്ടി മീൻസ് എന്താ പറയുക പുനർജനിപ്പിക്കുന്നുണ്ട്. അത് നെഗറ്റീവ് ഇതായിട്ടുള്ള വികാരങ്ങളല്ല. കോൺഫിഡൻസ്, ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് തീരുമാനമെടുക്കുക, അതൊക്കെ തേർഡ് പാർട്ടി ഈ പേഴ്സണ് കുറച്ച് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് സംസാരിച്ചത്. പക്ഷെ ഇതൊരു ഇങ്ങനെ തലവേദനയായിട്ട് മാറും, നിങ്ങൾ തെറ്റിദ്ധരിക്കുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു തലവേദനയായിട്ട് മാറുന്നത്. ഇവിടെ സാജിറ്റേറിയസ്, സ്കോർപിയോ ആണുള്ളത് സ്ട്രോങ് ആയിട്ട്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയായിട്ട് ശരിക്കും നിങ്ങളുടെ പേഴ്സൺ ഹാപ്പി ആണോ? അല്ല, നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയായിട്ട് അങ്ങനെയുള്ള കണക്ഷൻ ഒന്നുമില്ല. തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ പേഴ്സൺ, അതാണ് ആ പേഴ്സന്റെ ബേസിക് സ്വഭാവം. ഒരു കാര്യത്തിന് വേണ്ടി നിലകൊള്ളാൻ പറ്റില്ല നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ കുറച്ച് വീക്ക് ക്യാരക്ടർ ഉള്ള ഒരാളാണ്. അപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, തേർഡ് പാർട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. തേർഡ് പാർട്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പേഴ്സണാലിറ്റിയാണ് ഈ പേഴ്സൺ അട്രാക്ട് ചെയ്യുന്നത്. അല്ലാതെ തേർഡ് പാർട്ടി എന്നൊരാൾ ഈ പേഴ്സണ് ഒരു ഇൻട്രസ്റ്റും ഇല്ല തേർഡ് പാർട്ടിയോട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വളരെ നല്ലതാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എന്ത് ആക്ഷൻ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമില്ല തേർഡ് പാർട്ടിയോട്, ഈ പേഴ്സൺ ഒഴിവാക്കി നടക്കുന്നുണ്ട് തേർഡ് പാർട്ടി, എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഇനി എടുക്കുക? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ നോക്കും. അതിനുള്ള വഴികളാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാവുന്നുണ്ട് കുറേ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. തേർഡ് പാർട്ടി അവിടെ ബാധകമേ അല്ല ഈ പേഴ്സണ്. അപ്പോൾ ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കാണ്, അത് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അത് ഈ പേഴ്സണ് ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കണം. നിങ്ങളാണ് ഈ പേഴ്സൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരാൾ എന്ന് നിങ്ങളെ തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇനി എന്ത് ചെയ്യണമെന്നാണ് ഈ പേഴ്സൺ ആലോചിക്കുന്നത്. അതിനുള്ള വഴികളെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പലരോടും ചോദിക്കുന്നുണ്ടാവും എന്താണ് ചെയ്യേണ്ടത്, പ്രാർത്ഥിക്കുന്നുണ്ടാവാം, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട്. കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതൊരു കുടുംബമാണ്, അത് നശിപ്പിക്കാൻ നിങ്ങളുടെ പേഴ്സണ് പറ്റില്ല. അതാണ് പേഴ്സൺ ഏറ്റവും സ്ട്രോങ്. തേർഡ് പാർട്ടി ഒന്നുമല്ല, തേർഡ് പാർട്ടി എന്നല്ല, ആരും ഒന്നുമല്ല. നിങ്ങളുടെ കുടുംബമാണ് ഈ പേഴ്സണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അത് മനസ്സിലാക്കുക കേട്ടോ.
ഇവിടെ സോഡിയാക് സൈൻ ക്യാൻസർ മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ഞാനിനി മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോകണം. അപ്പോൾ രണ്ടാമത്തെ റീഡിങ്ങിൽ സോഡിയാക് സൈൻ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു സമാധാനമുള്ളൊരു റീഡിങ് ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. ഭവാനി, മൂന്നാമത്തെ റീഡിങ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. ഭവാനി, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഒരു ഷഫിലും കൂടെ ചെയ്യാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഭവാനി, മൂന്നാമത്തെ റീഡിങ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ഭവാനി, ഭവാനി, ഭവാനി. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ്. ഇത് മറിഞ്ഞില്ല, കുറച്ച് അധികം കാർഡ് മറിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അറിയണമെന്നുള്ളതാണ്. ഒന്ന്, മൗണ്ടൻസ്, നിങ്ങൾ വളരെ സ്ട്രോങ് ആവണമെന്ന് പറയുന്നുണ്ട്. എന്നാലേ നിങ്ങൾക്ക് പ്രതിസന്ധികളെ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇമോഷൻസിന് കൺട്രോൾ വെക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ പെട്ടെന്ന് ഇമോഷണലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് പണിയായിട്ട് മാറുന്നുണ്ട്. പിന്നെയുള്ള കാർഡ് പറയുന്നത് ഓം എന്ന മന്ത്രം ജപിക്കണമെന്നാണ്. അത് മനസ്സിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ബ്രെയിനിന് കാര്യങ്ങൾ അറിയാനുള്ള കഴിവിനാണ് ഈ ഓം എന്ന മന്ത്രം ജപിക്കണം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ശാന്തതയാണെങ്കിലും പ്രശ്നങ്ങൾ ഇനിയും വരും എന്നാണ് ദൈവം നിങ്ങളോട് പറയുന്നത്. പിന്നെ ഒരു കാർഡ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലമാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി? 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതൊരു വളരെ സ്ട്രോങ് ആയ കുടുംബം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരാളുടെ എനർജിയാണിത്. ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, ഫാമിലി, ഭർത്താവ് അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ. അപ്പം വളരെ എന്താ പറയുക, സ്ട്രോങ് ആയ കുടുംബത്തോടുള്ള ഫീലിങ്സ് ഉള്ള ഒരു എനർജിയാണിത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഈ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എന്ന് പറയുമ്പം എർത്ത് എനർജിയാണ്. ഇവർക്ക് കുടുംബം കഴിഞ്ഞിട്ട് ഇവർക്ക് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എക്സ്ട്രാ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞാൽ ഉണ്ടാവും. പക്ഷെ അവർക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കുടുംബം വിട്ടൊരു കളിയില്ല. ആരൊക്കെ ഏതിലേക്കൂടെയൊക്കെ വന്നു പോയാലും അവരെല്ലാം വന്നു പോകുമെന്നല്ലാതെ ഇവരുടെ കുടുംബത്തിനെ ഉപേക്ഷിക്കാൻ ഇവരൊരിക്കലും ചിന്തിക്കില്ല അതിനെക്കുറിച്ചിട്ട്. അത് മറ്റുള്ളവരാണ് കുടുംബം ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ ഇവരുടെ കൂടെയുള്ള പാർട്ട്നേഴ്സ് ഇവരുടെ ഈ സ്വഭാവം കൊണ്ട് പ്രശ്നമുണ്ടാക്കി അവരാണ് ഇറങ്ങിപ്പോവുക. ഇവരായിട്ട് കുടുംബ ബന്ധം തകർക്കാൻ നോക്കില്ല അവരുടെ. അതാണ് ടോറസ്, വെർഗോ, കാപ്രിക്കോണിൻ്റെ ഒരു സിറ്റുവേഷൻ. ഭഗവാനെ, പിന്നെയും വെർഗോ ആണ് അതിനൊരു വ്യത്യാസം കാണുക. പക്ഷെ ടോറസും കാപ്രിക്കോണും എപ്പോഴും കുടുംബത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് കേട്ടോ. അത് അവരുടെ ഒരു പോസിറ്റീവ് ക്യാരക്ടറിസ്റ്റിക്കും കൂടിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ വളരെ ഇമ്പൾസീവായിട്ട് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോയ പോലെയാണ് കാണിക്കുന്നത്. ഒരു എന്താ പറയുക, വളരെ വീക്കായ ഒരു മൊമെൻറ്റിൽ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പാണ് തേർഡ് പാർട്ടി ആയിട്ട്. ഇവിടെ ഈ പേഴ്സൺ ഭയങ്കരമായി ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണ് കേട്ടോ. ഈ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ പേഴ്സൻ്റെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനെ അറിഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഈ പേഴ്സണ് ഇഷ്ടമല്ല. അപ്പോൾ അതൊരു അബദ്ധത്തിൽ ചെന്ന് ചാടിയതാണ് എന്നാണ് ഈ പേഴ്സന്റെ സ്വഭാവത്തിനെതിരായിട്ടാണ് അത് പ്രവർത്തിച്ചത്.
ഈ പേഴ്സൺ വളരെ കാൽക്കുലേറ്റീവ് ആണ്, വളരെ സ്ട്രാറ്റജിക് ആയിട്ട്, വളരെ എല്ലാം പ്ലാൻ ചെയ്തിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു എനർജിയാണ്. ഒരു കാര്യം കാലം മുമ്പോട്ട് വെക്കുമ്പോൾ അതിൻ്റെ വരും വരായികകൾ എല്ലാം ചിന്തിച്ചതിന് ശേഷം വളരെ സ്ലോ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എന്തോ ചിന്തിക്കാതെ എന്തോ ചെയ്തു പോയതാണ്, അങ്ങനെ പെട്ടുപോയതാണെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഇവിടെ 8 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബാൻഡൻ ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ അത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇമോഷണലി ഭയങ്കര പ്രശ്നത്തിലാണ് ഈ പേഴ്സൺ, ഭയങ്കര ഇമോഷണൽ ട്രബിളിലാണ് ഈ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടിട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ്, ഈ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ പേഴ്സണ് ഇവരുടെ ഈ ഈ ജീവിതത്തിലുള്ള ഈ തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള ഈ തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? തേർഡ് പാർട്ടി ഒരു സിംഗിൾ എനർജിയാണ്, സെൽഫ് സഫിഷ്യൻ്റ് ആണ്, ഒരു ഡിവോഴ്സി ആയിരിക്കാം, ചിലപ്പോൾ അൺമാരീഡ് ആയിരിക്കാം. എന്തായാലും ഇത് ഏതോ യാത്രയിലാണ് ഇവർ പരിചയപ്പെട്ടത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ആണുങ്ങളായാലും, ഇപ്പോഴത്തെ ഇന്നെന്ന് പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ അധികം വ്യത്യാസം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ടുമില്ലായിരുന്നു, ഇപ്പോൾ ഒട്ടുമില്ല. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇവർ യാത്രയ്ക്ക് പോയപ്പോൾ, ട്രാവൽ ചെയ്ത് വേറൊരു കൺട്രിയിലേക്ക് പോവുക എന്തോ ചെയ്തപ്പോൾ ഒരു സൗണ്ട് കേട്ട പോലെ, കൺട്രിയിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് ആ യാത്രയിൽ പരിചയപ്പെട്ട ഒരു എനർജിയാണ്. അപ്പോൾ അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായി. ഇപ്പോൾ ഒരു ക്ലബിൽ പോകണമെങ്കിൽ, കാരണം വൈകുന്നേരം ഒറ്റയ്ക്കായിരിക്കുമല്ലോ, അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ക്ലബിൽ പോകണമെങ്കിൽ, എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ഇവർ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇവർ. അങ്ങനെയാണ് ഈ തേർഡ് പാർട്ടി ആയിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ അത് പക്ഷേ തേർഡ് പാർട്ടി ഓഫർ ചെയ്ത ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ വേണ്ടാന്ന് വെച്ചു. എന്ന് വെച്ചാൽ ആ യാത്രയിൽ ഉണ്ടായ ഒരു റിലേഷൻഷിപ്പ് യാത്രയോട് കൂടി തീരണം എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം. അതല്ലാതെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചില്ല. ഈ ഒരു ചിലപ്പോൾ ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു എത്ര ദിവസമാണോ ഈ പേഴ്സൺ അവിടെ സ്പെൻഡ് ചെയ്ത് അത്രയും ടൈം ഉള്ള ഒരു റിലേഷൻഷിപ്പ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതൊരു ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകണം, ഇനിയും മീറ്റ് ചെയ്യണം, മൊബൈൽ നമ്പർ എടുക്കണം, കോണ്ടാക്ട് ചെയ്യണം, അങ്ങനത്തെ ഒന്നും ഈ പേഴ്സൺ ഉദ്ദേശിച്ചിട്ടേ ഇല്ലായിരുന്നു. കാരണം ഈ പേഴ്സൻ്റെ സിറ്റുവേഷനെ കുറിച്ച് ബോധവാനോ ബോധവതിയോ ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടിയെ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട, കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമില്ല. ഈ പേഴ്സൺ എവിടെ ചെന്നാലും അപ്പോൾ വേറൊരു പ്രശ്നം ഇവിടെ വരണമെന്ന് വെച്ചാൽ ഈ പേഴ്സൺ എവിടെ ചെന്നാലും അവിടെ തേർഡ് പാർട്ടികളെ കിട്ടാറുണ്ട് ഈ പേഴ്സണ്. മനസ്സിലായോ? അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പേഴ്സണ് ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. വെച്ചാൽ ഒരു വിവാഹത്തിലേക്ക് പോവുക, ഒരു റിലേഷൻഷിപ്പിലേക്ക്, ഒരു ലവിലേക്ക് പോവുക, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല ഇതൊന്നും. ഇതൊക്കെ സമയബന്ധിതമായ റിലേഷൻഷിപ്പുകളാണ്. അപ്പോൾ ഈ പേഴ്സൺ അതാ പറഞ്ഞത്, എനിക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പിന്നെ ഞാൻ ഈ തേർഡ് പാർട്ടി എന്തിനാണ് കൊണ്ടു നടക്കുന്നത്? അപ്പോൾ ഈ പേഴ്സൺ ലൈഫിൽ പല തേർഡ് പാർട്ടികളും വന്ന് പോയിട്ടുണ്ട്. അവരായിട്ട് ഈ പേഴ്സണ് സ്ഥിരമായിട്ടുള്ള ഒരു ബന്ധമില്ല എന്നാണ് പറയുന്നത്. ഈ പേഴ്സൺ തന്നെ പറയാതെ പറയുന്നത്. പേഴ്സൺ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇഷ്ടംപോലെ ചോയ്സസ് ഉണ്ട്, പിന്നെ ഞാൻ ഈ തേർഡ് പാർട്ടി എന്തിനാണ് കൊണ്ട് നടക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഈ വിചാരിക്കുന്ന തേർഡ് പാർട്ടി ഈ പേഴ്സണായിട്ട് ആത്മബന്ധം ഒന്നുമില്ല. പേഴ്സണ് തേർഡ് പാർട്ടിയായിട്ട് ആത്മബന്ധമേ ഇല്ല. അതാണ് പറയുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, ലീബ്ര, ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി കണക്ഷൻ കൊണ്ട്, തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു ബന്ധം കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഉദ്ദേശിച്ചത്? ഇതാണ് ഉദ്ദേശിച്ചത്. കാരണം ഈ പേഴ്സൺ മാരീഡ് ആണ്, അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ഫ്യൂച്ചർ, ഒരു കുടുംബം ഉണ്ടാക്കണമെന്നൊന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചില്ല. കുടുംബം എനിക്ക് ഓൾറെഡി ഉണ്ട്. അപ്പം ഈ ഒരു തിരക്കിനിടയിൽ ഒരു ബ്രേക്ക്, ഇപ്പം ഈ ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ എസ്കോട്ട് ഗേൾസ്, ആണുങ്ങൾക്കാണെങ്കിൽ ഗേൾസ്, ഫീമെയിൽസ്, യങ് ചെറുപ്പക്കാർ, പെൺകുട്ടികൾ എസ്കോട്ട് എന്ന് പറഞ്ഞ ഒരു സർവീസ് ഉണ്ട്. അപ്പം അവിടെ വിളിച്ചു പറഞ്ഞാൽ ഈ കുട്ടികൾ നിങ്ങളുടെ കൂടെ
ഈ പെൺകുട്ടികൾ കാണാൻ നല്ല കുട്ടികൾ, എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങളുടെ കൂടെ പല സ്ഥലങ്ങളിൽ വരും. പക്ഷെ അത് നെഗറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ ചില സമയത്ത് ചിലർ സമ്മതിക്കില്ല, ചില സമയത്ത് സമ്മതിക്കും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞ് അതും പൊക്കിക്കൊണ്ട് ആ ഒരു ചിന്തയും ആ പേഴ്സണെ കുറിച്ചുള്ള ചിന്തയും അതൊന്നും ക്യാരി ഫോർവേഡ് പൊക്കിക്കൊണ്ട് നടക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിച്ചില്ല. ഇത് അവിടെ നടന്നു, എനിക്ക് കുടുംബമുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ബ്രേക്ക് എടുക്കുമ്പോൾ, ഞാനൊരു യാത്ര ചെയ്യുമ്പോൾ അവിടെ വരെങ്കിൽ പരിചയപ്പെട്ട അവരുടെ കൂടെ ഒന്ന് കറങ്ങുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. പിന്നെ അതിന്റെ പുറകെ പോകുന്നില്ല. പിന്നെ പാസ്റ്റിനെ കുറിച്ച് പേഴ്സൺ ചിന്തിക്കുന്നില്ല. അതാണ്. അങ്ങനെ ആരെങ്കിലും അതിനെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ഈ പേഴ്സൺ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല. ചോദിക്കുന്നവരുടെ എല്ലാം വായടക്കുകയാണ് ഈ പേഴ്സന്റെ പ്രശ്നം. അപ്പം അത് വളരെ സീക്രട്ടീവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതാണ് എൻ്റെ സംശയവും നിങ്ങളുടെ പേഴ്സന്റെ സംശയവും. ഇത്രയും സീക്രട്ടായിട്ട് ചെയ്ത കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്ന ഒരു മുഖമല്ലാതെ ഈ പേഴ്സണ് വേറൊരു മുഖമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്ന മുഖമല്ലാതെ വേറൊരു മുഖം കൂടി ഉണ്ട്. അപ്പോൾ ആ മുഖം ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് ഒരു സ്വഭാവം കൂടി ഉണ്ട് ഈ പേഴ്സൺ. 2 സ്വഭാവം ഉണ്ട് ഈ പേഴ്സണ്. അപ്പോൾ ഈ സ്വഭാവം നിങ്ങൾ വെച്ചാൽ ഈ പേഴ്സൺ ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ ഈ പേഴ്സണ് ഒരേ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ വട്ടുപിടിക്കുമായിരിക്കും. ചില ഒരു ഭയങ്കര ടെൻഷൻ ആവുമായിരിക്കും. അറിഞ്ഞുകൂടാ, പലതരം ആളുകളാണ് ലോകത്തുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ബ്രേക്ക് എടുത്തിട്ട് എവിടെയും കറങ്ങാം. നമ്മൾ യാത്ര പോവില്ലേ, ഒരു ബ്രേക്ക് പക്ഷെ യാത്ര പോകുമ്പോൾ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് പോകുന്നു. പോകുന്ന വഴിക്ക് ആ പേഴ്സൺ ആരെങ്കിലും കളക്ട് ചെയ്യുന്നു, അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു, അവരവിടെ കളഞ്ഞിട്ട് തിരിച്ചു വരുന്നു. അതാണ് സ്വഭാവം. അപ്പൊ അങ്ങനെ റെസ്റ്റ്ലെസ് ആയ ഒരു സമയത്ത് ഈ പേഴ്സൺ ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നിയപ്പോഴാണ് ഈ പേഴ്സൺ കുടുംബത്തിൽ നിന്ന് മാറി യാത്ര ചെയ്തിട്ട് ഒരു ഒരു ടൈം സ്പെൻഡ് ചെയ്ത് ആരംഭമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരികയാണ് ചെയ്തത് കുടുംബത്തിലേക്ക്. അതാണ് ഈ പേഴ്സൺ ചെയ്തത്. അത്രയേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഒരു തലവേദന മാറുമെന്ന് പേഴ്സൺ വിചാരിച്ചില്ല എന്നാണ് പറയുന്നത്. പേഴ്സൺ തേർഡ് പാർട്ടിയായിട്ട് ഹാപ്പി ആണോ എന്ന് ചോദിക്കണം. അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ പേഴ്സൺ കാരണം ഇത് തേർഡ് പാർട്ടി ഒരു ബന്ധവും ഇല്ല ഈ പേഴ്സണായിട്ട്. ഇപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് ഹാപ്പി ആയിരുന്നു. യെസ്, തേർഡ് പാർട്ടിയായിട്ട് ഹാപ്പിയാണ്. കാരണം ഈ പേഴ്സൺ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ അൺഹാപ്പി ആവുന്ന എപ്പോഴാണ്? നമ്മൾ പ്രതീക്ഷ കുറേ വെച്ചിട്ട് അത് സാധിക്കാതെ വരുമ്പോഴാണ്. ഇതെന്ന് വെച്ചാൽ ഒരു ടൈം പാസ്സാണ്, അത്രേ ഉള്ളൂ. അതിനകത്ത് എക്സ്പെക്റ്റേഷൻസ് ഇല്ല. പോകുക, നമ്മൾ വെള്ളമടിക്കാനാണെങ്കിൽ വെള്ളമടിക്കുക, സിനിമയ്ക്ക് പോവുക ഒരുമിച്ച്, അല്ലെങ്കിൽ സ്ഥലങ്ങൾ കാണാൻ പോവുക, ഒരു കമ്പനി, അത്രേ ഉള്ളൂ. ഒരു ഗൈഡിന് പകരം വേറൊരാൾ കൂടെ വരുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അതല്ലാതെ വേറൊരു ചിന്തയും ഈ പേഴ്സണെ മനസ്സിലില്ല എന്നാണ് ഈ പേഴ്സൺ പറഞ്ഞത്. അപ്പൊ അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത സമയം ഓക്കെ. ഇത് വൺ ഓഫ് ദ തേർഡ് പല യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ യാത്രകളിലും പല പല ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല, ഒരു എക്സ്പെക്ടേഷൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ആ സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്തത് ഈ പേഴ്സൺ വളരെയധികം എൻജോയ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അത്രേ ഉള്ളൂ. ആ സമയം ഹാപ്പി ആയിരുന്നു. അത് അവിടെ കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഒരു ചാരിയറ്റ് കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൺ പറയുന്നത് ഈ പേഴ്സണ് ആ ചെയ്തത് തെറ്റായിട്ട് തോന്നുന്നില്ല. ഒന്നാമത്തെ കാര്യം, വളരെ സ്ട്രോങ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞ് തിരുത്താൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഈ പേഴ്സൺ പറയുന്നത്, ഞാൻ എൻ്റെ കടമകളെല്ലാം നിർവഹിക്കുന്നുണ്ട്. എനിക്ക് ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് വേണം. ആ സമയത്ത് ഞാനിങ്ങനെ പോകുന്നു. അതിൽ എനിക്ക് തെറ്റൊന്നും തോന്നുന്നില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. വളരെ സ്ട്രോങ് ആണ്. ഈ പേഴ്സണെ ആർക്കും പറഞ്ഞ് തിരുത്താൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ്. എന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ ജീവിതം ഈ പേഴ്സൺ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ആരും ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. തന്നെ ഉണ്ടാക്കിയെടുത്ത വളരെ നിശ്ചയദാർഢ്യമുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്. പക്ഷേ ആ പേഴ്സന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഈ പേഴ്സൺ മറക്കുന്നില്ല എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. ക്യാൻസർ സോഡിയക് സൈൻ ആണത്. ഇവിടെ സോഡിയക് സൈൻ സ്ട്രോങ് ആയിട്ടൊന്നും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ, തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷനും എടുക്കാൻ വഴിയില്ല. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക? നിങ്ങളുമായിട്ട് സഹകരിച്ചു പോകാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെയാണ് ചേർത്തത്. നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഈ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷനിലൊന്നും ഒബ്സഷൻ ഒന്നും വരുന്നില്ല. മനസ്സിലായോ? അപ്പോൾ പക്ഷേ ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് വലിയൊരു പ്രശ്നമാകും. ഇത് ഭയങ്കര ഈഗോ ഉള്ള ഒരു എനർജിയാണ്. നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കും. ഇത് ഇങ്ങനെയാണ് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറയും. നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നോക്കും. നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാതെ വരുമ്പോൾ ഈ പേഴ്സൺ പറയും, ശരി ഞാൻ ട്രൈ ചെയ്യാം എൻ്റെ സ്വഭാവം മാറ്റാനായിട്ട്. ഇത്രേ ഈ പേഴ്സണ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പേഴ്സൺ പിന്നെയും പഴയ സ്വഭാവത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്രാവശ്യം കുറച്ചും കൂടെ കോഷ്യസ് ആയിരിക്കും. നിങ്ങൾ ഒരു തരത്തിലും ഈ സിറ്റുവേഷനെ കുറിച്ച് അറിയാൻ ഇടവരരുത് എന്നൊരു വളരെ ഒരു ആഗ്രഹമുണ്ട്.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻസും ഇല്ല. ഇത് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. അതെല്ലാം നിങ്ങളല്ലാതെ വേറെ ആൾക്കും ഇനി എത്ര തേർഡ് പാർട്ടികൾ വന്നാലും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ്. അല്ലാതെ ഒരു തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇമ്പോർട്ടൻസ് ഇല്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ കാപ്രിക്കോൺ സോഡിയാക് സൈനാണ് വന്നത്. എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡിങ്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിങ് ഞാൻ ചിരിച്ചത് എന്താണെന്ന് വെച്ചാൽ, കാപ്രിക്കോൺ ഒരു സോഡിയാക് സൈനാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് കൂടുതലായിട്ട് ബാധിക്കുന്നത്. എല്ലാ കാപ്രിക്കോണും അല്ല, പക്ഷേ ചില കാപ്രിക്കോണിൻ്റെ ബർത്ത് ചാർട്ടിൽ നമ്മുടെ ജാതകം എന്ന് പറയില്ലേ, അതിനകത്ത് വേറെ പല പ്ലാനറ്റ്സ് കാണും. അപ്പോൾ ആ ചില പ്ലാനറ്റ്സും കൂടെ നേരെ നോക്കുമ്പോൾ ചില സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാവും അവർക്ക്. പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം, ചില കാപ്രിക്കോൺസിന്, എല്ലാവർക്കും അല്ല. അപ്പം അങ്ങനെയുള്ളൊരു കാപ്രിക്കോൺ ഇവിടെ ഉള്ള പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. ക്യാൻസർ, ലീബ്ര, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ഇത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ കാണിച്ചത്. പിന്നെ എല്ലാം അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ അല്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ നിമിഷം വരെ എൻ്റെ റീഡിങ്സ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്ന് അനുഗ്രഹിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴ ഒന്ന് അടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.